പോട്ട ചെറുപുഷ്പ ദേവാലയത്തിലെ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ നോമ്പുകാല തീർത്ഥാടനം പോയതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ നോമ്പുകാലത്ത് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ടാകും ഇതുവരെ പോകാത്തതും കാണാത്തതുമായ ദേവാലയങ്ങളിൽ ഒന്ന് പോകുവാനും പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനും. ഞങ്ങൾ 100 പേരടങ്ങുന്ന സംഘം 2 ബസ്സുകളിലാണ് ഇടവക പള്ളിയിൽ നിന്നും രാവിലെ 7-ന് യാത്ര ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട വികാരി ടോം മാളിയക്കരച്ചനും അസിസ്റ്റന്റ് വികാരി ജോബി മുതുപ്ലാക്കലുമാണ് യാത്ര നയിച്ചത്. 7 പള്ളികളാണ് പ്രധാനമായും സന്ദർശിച്ചത്. ആദ്യ പള്ളി ചരിത്രപ്രസിദ്ധമായ കാഞ്ഞൂർ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചായിരുന്നു. പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം രാവിലെയുള്ള ഭക്ഷണം അവിടെ കഴിച്ച് നേരെ പോയത് കുറുവിലങ്ങാട് മാർത്താ മറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിലേക്കാണ്. ഞാൻ ആദ്യമായി പോകുന്ന പള്ളിയാണ്. അതുകൊണ്ട് തന്നെ പള്ളിയും പരിസരവും കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. അതുപോലെ തന്നെ കുറേ അറിവുകൾ നമുക്ക് അവിടുന്ന് ലഭിക്കാനായി ചരിത്രവും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റി. ആദ്യമായി നമ്മൾ കയറുന്ന ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന 3 കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്ന വിശ്വാസത്തോടെയാണ് എല്ലാവരും തങ്ങളുടെ വിഷമങ്ങളും ആവശ്യങ്ങളും അവിടെ തമ്പുരാൻ്റെ കരങ്ങളിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ തേടി ഇറക്കി വെച്ചത്. കൂടാതെ കുറുവിലങ്ങാട് പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ കൽക്കുരിശിൽ എണ്ണ ഒഴിച്ച് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിന് അവിടെ വരുന്ന ഭക്തർ കൂടുതൽ താല്പര്യം കാണിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് കുറുവിലങ്ങാട് പള്ളിയെ ഏറ്റവും ചരിത്ര പ്രാധാന്യം ആക്കിയെന്ന് തോന്നുന്നു. പള്ളിയുടെ ഒരു സൈഡിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണ കളറിലുള്ള ഒരു കുരിശും എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. 3 കാര്യങ്ങൾ അവിടെയും നമ്മൾ മനമുരുകി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഫലം കാണുമെന്നുള്ളൊരു വിശ്വാസം എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് കേട്ടോ. ഈ ഒരു പള്ളി സന്ദർശിച്ചില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ കേട്ടോ. കാരണം നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന, വിശ്വാസം കൊണ്ട് കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ബൈബിളിലുള്ള ചില സംഭവങ്ങളും അതുപോലെ മാതാവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു പള്ളിയുടെ ബാക്കിയുള്ള പ്രദേശത്ത്, അതായത് ഗ്രൗണ്ടുകളിലും മരങ്ങളുടെ അടിയിലും പാർക്ക് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. മാതൃപ്രത്യക്ഷീകരണത്തിൻ്റെ പുണ്യഭൂമി എന്ന ഒരു ഇതോടുകൂടി നമ്മുടെ മാതാവിൻ്റെ ഒരു മനോഹരമായ ഗ്രോട്ടോ ഉണ്ട്. വിശ്വാസികൾ എല്ലാവരും ഇവിടെ വന്ന് മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ച് പോകാനായിട്ട് ഇഷ്ടം കാണിക്കുന്നുണ്ട്. അവിടെ നിന്നും ഞങ്ങൾ പിന്നീട് പോകുന്നത് മാന്നാനം വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ കബറിടമുള്ള പള്ളിയിലേക്കാണ് കേട്ടോ. ഈ പള്ളിയിൽ ഞാൻ പലതവണ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഓർമ്മ ഇവിടെ വന്നപ്പോൾ എനിക്ക് പുതുക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒത്തിരി ഇടവകളിൽ നിന്ന് വിശ്വാസികൾ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഈ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് എത്തിയിരുന്നു. നല്ല തിരക്കായിരുന്നു. ഓരോ വിശുദ്ധരുടെയും മാധ്യസ്ഥം നമ്മൾ തേടുമ്പോൾ ആ വിശുദ്ധരുടെ നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ പകർന്നു തന്ന വിശ്വാസം മുറുകെ പിടിക്കുവാനും നല്ല ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനും വേണ്ട കൃപകൾക്ക് വേണ്ടി കൂടി നമ്മൾ യാചിക്കണം. മാന്നാനത്തെ ഈ പള്ളിയിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊന്ന് കാണുവാനും അതുപോലെ തന്നെ വിശുദ്ധൻ്റെ ചരിത്രങ്ങളടങ്ങിയ പുസ്തകങ്ങളും മറ്റ് വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ പള്ളിയിലുണ്ട്. മാന്നാനത്ത് നിന്ന് ഞങ്ങൾ നേരെ എത്തിയത് അതിരമ്പുഴ സെൻറ്റ് മേരീസ് ദേവാലയത്തിലാണ് കേട്ടോ. ഇതും ചരിത്ര പ്രസിദ്ധമായൊരു ദേവാലയം തന്നെയാണ്. പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക പള്ളിയാണ്. ഈ പള്ളിയിലും അത്യാവശ്യം ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഓരോ ആവശ്യങ്ങളും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഒരു 10 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കുടമാളൂർ പള്ളിയിലേക്കാണ് പോയത്. ഉച്ചയ്ക്ക് ഏകദേശം 1:30 കുടമാളൂരുള്ള സെൻറ്റ് അൽഫോൺസ ചർച്ചിലാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ. 5ാമത്തെ പള്ളിയാണ്. ഇവിടെ വെച്ചാണ് ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചത്. പള്ളിയിൽ പ്രാർത്ഥിച്ച് പ്രത്യേക അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി ഇവിടെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഒരു 3 മണിയോടുകൂടി ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് യാത്ര ആരംഭിച്ചു. ഇവിടെ വെച്ച് ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും നല്ല ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഒരു സന്തോഷത്തിലാണ് വീണ്ടും മടങ്ങിയത്. 6ാമത് ഞങ്ങൾ സന്ദർശിക്കാനിരുന്ന പള്ളി ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ്. അതിനു മുമ്പ് വിശുദ്ധ അൽഫോൻസമ്മയുടെ ജന്മഗൃഹത്തിൽ കൂടി ഞങ്ങളൊന്ന് കയറിയിട്ടോ. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടെ പോയത് ഓർമ്മയിൽ വന്നു. അന്ന് ഇവിടെ ഒരു ഓലമേഞ്ഞ അല്ലെങ്കിൽ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു വീട്, ആ പഴയ ആ ഒരു തനിമയിൽ നിൽക്കുന്ന ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നു കേട്ടോ. ഇന്ന് ഇപ്പോൾ എല്ലാം ഒന്ന് നല്ല രീതിയിൽ സേഫായിട്ട് ആക്കിയിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ അൽഫോൻസമ്മ ജനിച്ചു വളർന്ന വീടിൻ്റെ ആ ഒരു മച്ചും മരങ്ങളും അതിൻ്റെ കട്ടിലപ്പടികളും ഫർണിച്ചറുകളും ഒന്നും മാറ്റിയിട്ടില്ല.
കുഞ്ഞു കുഞ്ഞു മുറികൾ അങ്ങനെ തന്നെയുണ്ട്. അൽഫോൻസമ്മ കിടന്ന കട്ടിൽ, മുറി, ഇവിടെയൊക്കെ ചെന്നപ്പോൾ നമുക്ക് ഒരു വിശുദ്ധയുടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ അന്തരീക്ഷത്തിലേക്ക് ചെന്ന പോലെയാണ്. അവിടെ കയറാൻ കഴിഞ്ഞപ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്ന പോലത്തെ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. ഇവിടെ ഒരിക്കൽ പോലും വരാത്ത വിശ്വാസികളുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ, കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടി ഇവിടെ ഒന്ന് വരണം കേട്ടോ. കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണം. കുറേ നമുക്ക് കാണാനുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ ചിന്തകൾ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അവിടെയും ഞങ്ങൾ കുറച്ച് സമയം ചിലവഴിച്ചിട്ടാണ് ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസമ്മയുടെ കബറിടത്തിലെത്തിയത്. ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ അൽഫോൻസമ്മയുടെ ജന്മഗൃഹത്തിൽ നിന്നും നേരെ വിശുദ്ധ അൽഫോൻസമ്മയുടെ ഭൗതിക ശരീരം അല്ലെങ്കിൽ കബറിടമുള്ള ഭരണങ്ങാനത്തെ ഈ പള്ളിയിൽ വരുമ്പോഴും നമുക്ക് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇവിടെയും നല്ല, ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്, എന്നാലും തിരക്കായ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കബറിടത്തിലെത്തി പ്രാർത്ഥിക്കുവാനും. ഇതേപോലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ള പോലെ തന്നെ നോമ്പുകാല പരിത്യാഗവുമായി ബന്ധപ്പെട്ടുള്ള തീർത്ഥാടന യാത്രയിൽ എത്തിയവരാണ്. ഇവിടെ ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ ഈ യാത്രയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് വല്യച്ചൻമല എന്ന് പറയുന്ന ഒരു കുരിശുമല കയറാൻ വേണ്ടിയിട്ടാണ്. വല്യച്ചൻമല കുരിശ് മുടി കയറുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പത്തനംതിട്ടയിലാണ് ഈ ഒരു കുരിശുമുടി ഉള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഞങ്ങളുടെ ഇടവകയിൽ നിന്നുണ്ടായിരുന്ന ഈ 2 ബസ്സുകളുണ്ടായിരുന്ന 100 പേർക്കും ഈ മല കയറി ഇറങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ആദ്യം കണ്ടപ്പോൾ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നി. കാരണം കുത്തനെയുള്ള കയറ്റമാണ്. ഇതിൽ പലരും ഇതിനു മുമ്പ് കയറിയിട്ടുള്ളവരുണ്ടായിരുന്നു. എന്നാലും നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയെങ്കിലും കയറി കുറേ കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം പിടിച്ച് കയറാനുള്ള കൈവരികളൊക്കെ ചില സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് കുത്തനെയുള്ള സ്ഥലം തന്നെയാണ്. എന്തായാലും പ്രാർത്ഥനയോടെ ഞങ്ങൾ കുരിശുവഴി ചൊല്ലി 14 സ്ഥലത്തും നിന്ന് പ്രാർത്ഥന ചൊല്ലി പള്ളിയിലെത്തി. കുരിശിൻ്റെ വഴി സമാപിപ്പിച്ചു. അവിടെ നമുക്ക് ചുക്കുകാപ്പിയൊക്കെ അവർ നൽകി. അത്യാവശ്യം ഒരു നല്ല രീതിയിൽ നമുക്ക് അവിടെ പ്രാർത്ഥിക്കാനുള്ള ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ ഒരു ആദ്യമായി കാണുന്ന ഒരു പള്ളി കാണാനും ആ മുകളിൽ ചെന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസവും, മനസ്സിന് ഇത്രയും നേരം പ്രാർത്ഥിച്ച് നമ്മൾ ഒരുങ്ങി മനസ്സ് നിറയെ ആശ്വാസവും സന്തോഷവും ഒക്കെ ആയിട്ടാണ് എല്ലാവരും തിരിച്ചു പോകുന്നത്. എന്തായാലും ഇതൊരു വലിയൊരു അനുഭവമായി ഈ ഒരു യാത്ര ഒരുക്കിയ പോട്ട ഇടവകയിലെ കേന്ദ്ര സമിതിയുടെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു.